ഹായ്, നിങ്ങൾ കപ്പവട കഴിച്ചിട്ടുണ്ടോ? ഇന്ന് കപ്പവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉഴുന്നുവട പോലെ തന്നെ തുളയൊക്കെ ഉണ്ടാക്കി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. കപ്പവട എന്താ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയല്ലേ? ഉണ്ടാക്കാം, വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുമല്ലോ. ചാനൽ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും എല്ലാവർക്കും ഷെയറും ചെയ്യുക. ഇത് 1 കിലോ കപ്പയുണ്ട്. വീട്ടിലുണ്ടായത് കാരണം വലിയ വലിപ്പമൊന്നുമില്ല കപ്പയ്ക്ക്. 2 സവാള, ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞളും ചേർത്തിട്ടുണ്ട്. വടക്കി കുഴയ്ക്കുമ്പോൾ ചേർക്കുവാനായി 1/2 കപ്പ് അരിപ്പൊടിയും 2 ടീസ്പൂൺ കടലപ്പൊടിയും എടുത്തു. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അപ്പത്തിനെടുക്കുന്ന തരിയില്ലാത്ത പൊടിയാണ്. അരിപ്പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, വടയുണ്ടാക്കാം. ഇതുപോലെ കപ്പയുടെ തൊണ്ട വൃത്തിയായി പൊളിച്ചെടുക്കുക. എവിടെയെങ്കിലും ഭാഗം കേടായിട്ടുണ്ടെങ്കിൽ അത് ചെത്തിക്കളയുകയുമാവാം. എന്നിട്ട് ഇങ്ങനെ കൊത്തിയരിയുക ചെറുതായിട്ട്. ഇത് നുറുക്കിയ കപ്പ, ചെറുതായി നുറുക്കിയ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ഒന്ന് നുറുക്കിയിട്ടുണ്ട്. കപ്പ വേവിക്കാനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കപ്പ കഷ്ണങ്ങളിടാം. കപ്പ ഇനി നന്നായി കുക്കാകട്ടെ. തിളയ്ക്കുന്ന കപ്പയിലേക്ക് ഉപ്പിട്ടില്ല, വടക്കി കുഴയ്ക്കുമ്പോൾ ഉപ്പിടാം. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി കപ്പയുടെ വെള്ളം കളഞ്ഞെടുത്താൽ മതി. കപ്പയുടെ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസമാണല്ലോ. ചില കപ്പ പെട്ടെന്ന് വെന്തു വരും, ചിലതിന് ഒരുപാട് സമയം പിടിക്കും. ചില പീസസൊക്കെ കുക്കാകാതിരുന്നത് കൊണ്ട് കുറച്ചേറെ സമയമെടുക്കും മുഴുവനായി വെന്ത് കിട്ടുവാൻ. കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി വെന്തുകൊണ്ട് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. മാഷ് ചെയ്ത് കഴിഞ്ഞാൽ കൈകൊണ്ടൊന്ന് കുഴയ്ക്കുക. അപ്പോൾ കപ്പയിൽ എന്തെങ്കിലും നാര് വീണിട്ടുണ്ടെങ്കിൽ അതും കളയാം. ഉടയാതെ എന്തെങ്കിലും കപ്പ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുകയുമാവാം, അതൊന്ന് ഉടച്ചെടുക്കുകയുമാവാം. അരിമാവും സ്വല്പം കടൽമാവും ചേർത്ത് കുഴയ്ക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുഴയ്ക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. കടലമാവ് ചേർക്കുന്നത് ഓപ്ഷണലാണെന്ന് പറഞ്ഞുവല്ലോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. കളറിന് ഒരല്പം മഞ്ഞളും ചേർക്കാം, 1/2 ടീസ്പൂൺ. ഇത് കുഴച്ചെടുക്കാം. അരിപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതിന്. കൈ അല്പം നനച്ച് മാവെടുക്കാം. ഉഴുന്നുവട മാതിരി തന്നെ ഉണ്ടാക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ 2 സൈഡും ഇട്ട് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് വറുത്ത് കോരാം. ഇതുപോലെ തന്നെ എല്ലാ വടയും പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടാലും ഉഴുന്നുവട മാതിരി തന്നെ. കപ്പയായതുകൊണ്ട് ഹാർഡായി പോകുമെന്നും പേടിക്കേണ്ട. എല്ലാവരും ഉണ്ടാക്കുകയല്ലേ? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.